കേരള കലോത്സവത്തിന് ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കലാപ്രതിഭകൾ ഇനി ഓരോ വേദിയിലേക്കും ഓടിച്ചാടി അവരുടെ മത്സര ഇനങ്ങൾ പൂർത്തിയാക്കുന്ന തിരക്കിലായിരിക്കും. എങ്കിലും നിങ്ങൾ ഇനി ഓടണ്ട, നിങ്ങളെ കൊണ്ടുപോകാൻ കലോത്സവ വണ്ടികൾ റെഡിയാണ്. 20 കലോത്സവ വണ്ടികളാണുള്ളത്. അതിൻ്റെ ചുമതലക്കാരാണ് എൻ്റെ പുറകിലുള്ളത്. ഓരോ വോളണ്ടിയർമാരും നിങ്ങൾക്ക് സഹായം നൽകും, നിങ്ങളെ കൂടെ ഉണ്ടാകും. അപ്പോൾ അവരാണുള്ളത്. എങ്ങനെയായി കാര്യങ്ങൾ? ഞങ്ങൾ കാര്യങ്ങളെല്ലാം ഉഷാറായിക്കൊണ്ടിരിക്കുന്നു. ഇനി 4 ദിവസം ഉണ്ട് പ്രോഗ്രാംസ് എല്ലാം. ഞങ്ങൾ എല്ലാ ടൈമും ഇവിടെ തന്നെ കാണും. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാ പ്രോഗ്രാംസിനും ഞങ്ങൾ 4 ദിവസം ഈ എനർജി കാണും നിങ്ങൾക്ക് എല്ലാവർക്കും? ഇപ്പോഴെങ്ങനെ വേണം വെച്ചാൽ 4 ദിവസം കഴിയുമ്പോൾ എനർജി പോവും, ഉറപ്പായിട്ടുമില്ല. എല്ലാവരെയും വേദിയിലെത്തിക്കാൻ നിങ്ങൾ റെഡിയാണോ? ഓക്കെ. എത്ര പേരുണ്ട് എല്ലാം കൂടി? ഫസ്റ്റ് ഇയർ 50 പേര്, സെക്കൻഡ് ഇയർ 50 പേര്, ടോട്ടൽ 100 പേരായിട്ടുള്ളത്. ശരി, ഈ ഇവിടെ വരുന്ന കലാപ്രതിഭകളോട് കൊല്ലംകാർക്ക് പറയാനുള്ളത് എന്താ? പൊളിയാണോ? പരിപാടി കലക്കുവോ? അതെ, ഈ കലക്കുവെച്ച് കൊളമാക്കുന്നതാണോ അടിപൊളിയാക്കുന്നോ? ഉറപ്പാണോ? അപ്പൊ കൊല്ലത്തിനാണ് ജയ് വിളിച്ച ഒരു സംശയം കൂടി. കൊല്ലംകാരനും വരുന്നു, കോഴിക്കോടുകാരനും വരുന്നു. ആരാദ്യം വേദിയിലെത്തിക്കും? അതിഥി ദേവോഭവ ആദ്യം കോഴിക്കോട്ടുകാരുടെ വേദിയിലെത്തി. കൊല്ലംകാരൻ മര്യാദാരാവൂടെ? ഉറപ്പാണോ? കപ്പാര് നേടും ഉറപ്പായിട്ടും. ഒരുമിച്ച് പറഞ്ഞേ, കപ്പാര് നേടും. അപ്പോൾ കലോത്സവ വണ്ടികളുടെ ഇന്ധനം ഈ കുട്ടികളാണ്, ഇവരുടെ ആവേശമാണ്. എല്ലാ ദിവസവും 4 ദിവസവും ഈ ആവേശം ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവർ തന്നെയാണ് കലോത്സവ കലാപ്രതിഭകൾക്ക് തുണ. ഇവരെ വേദികളിലെത്തിക്കും. അവർക്ക് മനോഹരമായി നന്നായി മത്സരിക്കാൻ ആകുന്ന പ്രതീക്ഷയാണ് ഇവർ നൽകുന്നത്. ക്യാമറമാൻ ബിനു പാമ്പയ്ക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്.